വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 4th April. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 6th April മുതൽ 10th April വരെയുള്ള വീക്കാണ്. എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലാണെന്ന് അറിയാം. എന്തായാലും എല്ലാവർക്കും വളരെ നല്ലൊരു ഈസ്റ്റർ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ ആരംഭിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്തായാലും ജസ്റ്റ് 3 ഡേയ്സിൻ്റെ വർക്കിംഗ് ഡേയ്സ് മാത്രമാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ മൺഡേ വളരെ വലിയൊരു ക്രാഷോടുകൂടിയാണ് മാർക്കറ്റ് തുടങ്ങിയെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒരു റിക്കവറി വന്നതുകൊണ്ട് കഴിഞ്ഞ വീക്കിൽ നമുക്ക് മാർക്കറ്റിൽ ജസ്റ്റ് നമുക്ക് കാണാം 106 പോയിൻറ്റ്സ് മാത്രം താഴ്ന്നാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 22,717 മാർക്കറ്റ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു നമ്മൾ ലൈഫ് ടൈം ഹൈ ആയിരുന്ന 26,373 നിന്നും ഓൾമോസ്റ്റ് ഒരു 3,630 പോയിൻറ്റ്സിൻ്റെ കറക്ഷനാണ് ഈ വാറ് തുടങ്ങിയതിന് ശേഷമുള്ള ഒരു മേജറായിട്ടുള്ളൊരു സെൽ ഓഫിലൂടെ മാർക്കറ്റ് വന്നിട്ടുള്ളത്. എന്തായാലും ക്രൂഡിൻ്റെ പ്രൈസിലുള്ള ഈ $100 മുകളിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് $107 ക്രൂഡ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ ഇന്ത്യൻ മാർക്കറ്റ്സിന് എന്തായാലും വരും ദിവസങ്ങളിലുണ്ടായിരിക്കും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് എത്ര ദിവസം ഈ യുദ്ധം തുടർന്നു പോകും എന്ന് നമുക്ക് പറയാനും സാധിക്കുന്നില്ല. എസ്പെഷ്യലി നമുക്കറിയാം ഡൊണാൾഡ് ട്രംപിൻ്റെ പോലെയുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പോലെയുള്ള ഒരു സ്പെക്കുലേറ്ററാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം അദ്ദേഹം ഒരു ദിവസവും പറയുന്നത് ഇന്ന് യുദ്ധം അവസാനിക്കും എന്ന് പറയുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് കയറുകയും പിറ്റേ ദിവസം വീണ്ടും ഞാൻ ഇറാനെ യുദ്ധം ചെയ്ത് നശിപ്പിക്കുമെന്ന് പറയുന്ന ഡയലോഗ് വീണ്ടും പറയുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു സ്പെക്കുലേറ്ററുടെ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീം ക്രൂഡ് ഓയിലിലും അതുപോലെ തന്നെ ഇക്വിറ്റി മാർക്കറ്റ്സിലും ഫ്യൂച്ചേഴ്സിലും ഒക്കെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പെട്ടെന്നുള്ള മാർക്കറ്റുകളെ അപ്സെറ്റ് ആവുന്ന രീതിയിലുള്ള പെട്ടെന്ന് മാർക്കറ്റുകൾ മുകളിലേക്ക് കയറാനും താഴാനും ഉള്ള രീതിയിലുള്ള പെട്ടെന്നുള്ള ഇൻഫോർമേഷൻസ് നൽകുന്ന ഒരു രീതിയാണ് നമുക്കിപ്പോൾ കാണുന്നത്. എന്തായാലും നമ്മളൊരിക്കലും ഫേസ് ചെയ്യാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഒരു US പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ തലവൻ ഒരിക്കലും ഇതുപോലെ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിന് ഏതെങ്കിലും ഒരു രീതിയിലുള്ള എൻഡ് അധികം വൈകാതെ തന്നെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഇന്ത്യൻ കമ്പനികൾക്ക് ഇത്രയധികം ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡുള്ള കമ്പനികളാണ്. അതുകൊണ്ട് തന്നെയും ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ വരുന്ന ഫ്ലക്ച്വേഷൻ ഒഴിച്ചാൽ വലിയ കാര്യമായിട്ടുള്ള രീതിയിലുള്ള സെറ്റ് ബാക്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതിൽ ഈ ഒരു ഇഷ്യൂയെ നമുക്ക് ഇതുപോലെ തന്നെ ബോൾഡായിട്ട് തന്നെ നമുക്ക് ഫേസ് ചെയ്യാം. നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിനൊരു എൻഡ് വരുന്നതോടുകൂടി നമ്മുടെ മാർക്കറ്റിൽ നല്ല സ്റ്റോക്കുകൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ റീബൗണ്ട് ചെയ്യുമെന്നും ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് ഫണ്ട് അഡീഷണൽ ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഏതെങ്കിലും എമർജൻസിക്ക് വെച്ചിരിക്കുന്ന ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനല്ല പറയുന്നത്. നമ്മുടെ സർപ്ലസ് ആയിട്ടുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളതും ഇമ്മീഡിയറ്റ് ആവശ്യമില്ലാത്തതായിട്ടുള്ള ഫണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഇറങ്ങി നിൽക്കുന്ന സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ വാറിന് എൻഡ് വരുന്നതിനോട് തുടർന്നുള്ള മാർക്കറ്റിൻ്റെ റാലിയിൽ നമുക്കറിയാം, ഞാനതാണ് പറഞ്ഞത്, മോർ ദാൻ 3,630 പോയിൻറ്റ്സ് നിഫ്റ്റിയിലൊക്കെ ഉള്ള കറക്ഷൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കറക്ഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്തായാലും ഈ ഒരു അവസരം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇവാർ കഴിയുമ്പോൾ നമുക്കത് നല്ല രീതിയിലുള്ള വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതുപോലെ സെൻസെക്സ് 73,319 ക്ലോസ് ചെയ്തത്. 263 പോയിൻറ്റ്സാണ് സെൻസെക്സ് താഴ്ന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണെങ്കിൽ 53,677 420 പോയിൻറ്റ്സ് താഴ്ന്നും. അതുപോലെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 15,650 30 പോയിൻറ്റ്സ് ഉയർന്നുമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ
നമുക്ക് അതുപോലെ തന്നെ കഴിഞ്ഞ തേഴ്സ്ഡേയിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആയിരുന്ന തേഴ്സ്ഡേയിൽ ഗുഡ് ഫ്രൈഡേയുടെ ഹോളിഡേ ആയിരുന്നു. അതുപോലെ നമ്മൾ വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിലാണ് തേഴ്സ്ഡേയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെന്നുണ്ടെങ്കിലും വലിയൊരു റിക്കവറി, നമ്മൾ 500 പോയിന്റ്സിൻ്റെ ഒരു റിക്കവറി നമ്മൾ കാണുകയുണ്ടായി. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്ക് കറൻസി റീബൗണ്ട് ചെയ്ത് സ്ട്രെങ്തൻ എടുത്തു എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യൻ റുപ്പി സ്ട്രെങ്തനായിട്ട് വന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു വളരെ റുപ്പിക്ക് വലിയൊരു സ്ട്രോങ് റിക്കവറി നമ്മൾ കാണുകയുണ്ടായി. കാരണം RBI കുറേ അധികം മെഷേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു റുപ്പിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന്. അതിന് തുടർന്ന് റുപ്പി ഒരു 95 ഒക്കെ ഒരു ടച്ച് ചെയ്തിരുന്ന റുപ്പി 93 ലെവലിലേക്ക് വരികയുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് നിഫ്റ്റി വളരെ പെട്ടെന്ന് തന്നെ റീബൗണ്ട് ചെയ്തു. ഓൾമോസ്റ്റ് 500 പോയിന്റ്സിൻ്റെ റീബൗണ്ടാണ് നമ്മൾ തേഴ്സ്ഡേയിൽ കണ്ടത്. അതിൽ പ്രധാനപ്പെട്ട നിഫ്റ്റിയിലെ തന്നെ മേജർ ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള HDFC ബാങ്കും ഇൻഫോസിസും HCL ടെക്നോളജീസും ടാറ്റ കൺസൾട്ടൻസിയും ICICI ബാങ്കും ബജാജ് ഫിനാൻസും ടെക് മഹീന്ദ്രയും ആക്സിസ് ബാങ്കും അതുപോലെ ഭാരതി എയർടെല്ലും മാരുതി സുസുക്കിയും എല്ലാം റീബൗണ്ട് ചെയ്യുന്നത് കണ്ടു. ഇത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത്, നമുക്കിതൊരു ട്രെയിലറായിട്ട് കാണാം. നമ്മൾ കഴിഞ്ഞ തേഴ്സ്ഡേയിലെ മാർക്കറ്റിൻ്റെ ഒരു 500 പോയിന്റ്സിൻ്റെ റിക്കവറി, ഈ വാറിന് എവിടെയെങ്കിലും ഒരു സൊല്യൂഷൻ വരുന്ന ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകാവുന്ന ഒരു വലിയ ഹ്യൂജ് റാലിയുടെ ഒരു ട്രെയിലറായിട്ടാണ് എനിക്ക് തേഴ്സ്ഡേയിലെ മാർക്കറ്റിൻ്റെ റിക്കവറി ഫീൽ ചെയ്തത്. ഒരുപക്ഷെ നിങ്ങൾക്കും അതിന് ആ ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം കുറേയധികം സ്റ്റോക്കുകൾ വളരെ നല്ല രീതിയിൽ വലിയ സെൽ ഓഫിന് ശേഷം അവിടെ നിന്ന് തിരിച്ചു വരുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മാർക്കറ്റ് അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റ് പെർഫോം ചെയ്യും ഇതിനുള്ള ചെറിയ ഒരു ക്ലൂസ് നമുക്ക് ലഭിക്കുന്നത്, ഒരു കാര്യം നോക്കുകയാണെങ്കിൽ GSTയുടെ കളക്ഷൻ, മാർച്ചിലെ ഗ്രോസ് GST കളക്ഷൻ 2 lakhs crore ടച്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാർച്ചിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 8.8% ഗ്രോത്താണ്. അതേസമയം നമ്മൾ കഴിഞ്ഞ 10 മന്ത്സിൻ്റെ ഒരു 10 മന്ത്സിൽ ഏറ്റവും കൂടുതൽ ഹയർ കളക്ഷൻ വന്നിട്ടുള്ള 2 lakhs crore ആണ്. പക്ഷേ നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനിടയിൽ നമ്മൾ GSTയിൽ വലിയ രീതിയിലുള്ള റിഡക്ഷൻ നടത്തുകയുണ്ടായി. നമ്മൾ താരിഫിൻ്റേതായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് US കടന്നപ്പോൾ നമ്മൾ പല GST റേറ്റുകളും 28%-ൽ നിന്ന് 18%-ലേക്കും 18%-ലുണ്ടായിരുന്നു, പലതും 5%-ലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വളരെ ഷാർപ്പായിട്ടുള്ളൊരു കട്ടിങ്ങാണ് നമ്മൾ GST റേറ്റുകളിലൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നമുക്ക് 2 lakhs crore കളക്ഷൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു കൃത്യമായിട്ടുള്ള അർത്ഥം, ഈ GST കട്ട് വളരെ പോസിറ്റീവായിട്ട് ആണ് കൂടുതൽ പേരെ GST പേ ചെയ്യാനായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. കുറഞ്ഞ GST വരുമ്പോൾ കൂടുതൽ പേര് അത് കംപ്ലൈ ചെയ്യാനായിട്ട് റെഡിയായി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈനായിട്ട് നമ്മളിതിനെ കാണണം. വരും ദിവസങ്ങളിൽ GSTയുടെ കളക്ഷൻ വീണ്ടും കൂടാനാണ് ഇതിൽ നിന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ GSTയിൽ നമുക്കറിയാം ഇപ്പോൾ റവന്യൂ ഷെയറിംഗ് ഒന്നും ഇല്ലാതെ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ വരുന്നൊരു ഫണ്ടാണ്. ഇത് കൂടുതൽ ഡെവലപ്മെൻറ്റ്സിനൊക്കെ ആയിട്ടും ഡിഫൻസിൻ്റെ സ്പെൻഡിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ വാറിനൊരു സൊല്യൂഷൻ വരികയും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഒരു സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് ഒരു $80 താഴേക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മേജറായിട്ടുള്ള ഒരു ഇവൻ്റ് RBI മോണിറ്ററി പോളിസി റിവ്യൂ വരുന്നുണ്ട്. എന്തായാലും ഇൻട്രസ്റ്റ് റേറ്റ്സ് അതേപടി തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എസ്പെഷ്യലി ക്രൂഡിൻ്റെ വിലയെല്ലാം മോർ ദാൻ $105 മുകളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നത് Q4 റിസൾട്ട്സ് അടുത്ത ആഴ്ചയിൽ വരാൻ തുടങ്ങും. എന്തായാലും നമ്മൾ ഈ Q4 റിസൾട്ട്സിൽ ഈ യുദ്ധത്തിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റുകൾ വരാൻ തുടങ്ങിയിട്ടുള്ള മാർച്ച് കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്. അത് ചില കമ്പനികളെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിലും ഈ യുദ്ധത്തിൻ്റേതായിട്ടുള്ളതും ഹയർ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസും പല കമ്പനികളുടെയും റിസൾട്ട്സിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം, പലപ്പോഴും നമുക്ക്
മാർക്കറ്റിൻ്റെ ഈ സൈക്കിളിനെ പറ്റി ഞാൻ എൻ്റെ വീഡിയോസിൽ പലപ്പോഴും സംസാരിക്കാറുള്ളതാണ്. നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിൾ, നമ്മളൊരു 20-25 ഇയേഴ്സിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിൾ നമ്മൾ പല ബുൾ മാർക്കറ്റുകളിനെയും പല ബെയർ മാർക്കറ്റുകളെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അത് ഒരു സൈക്കിളാണ്, അത് മനസ്സിലാക്കുക. ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇനീഷ്യലി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് മനസ്സിലാക്കാനായിട്ട്. പലപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഇവൻ്റ് വരുമ്പോൾ പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ആ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ പേടിച്ച് എൻ്റെ സ്റ്റോക്കുകളെല്ലാം താഴ്ന്നു പോകുമെന്ന് വിചാരിച്ചു. ഞാൻ വിറ്റു, ലോസ് എല്ലാം ബുക്ക് ചെയ്തു. അതിന് ശേഷമാണ് മാർക്കറ്റ് കയറി പോയത് എന്നുള്ളത് നമ്മൾ ഒരുപക്ഷെ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. പക്ഷേ ഞാനും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈഫിൽ ഞാൻ 2000 പീരീഡിലെല്ലാം ഇതുപോലെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഇവൻ്റ് ഉണ്ടാകുമ്പോഴും ഞാൻ മീഡിയയിലൊക്കെ വലിയ കോലാഹലമായിരിക്കും, ഇത് ലോകാവസാനമാണെന്നുള്ള രീതിയിലുള്ള വലിയ ബഹളവും നെഗറ്റീവ് ന്യൂസുകളൊക്കെ വരുമ്പോൾ നമ്മളും ഭയന്ന് സ്റ്റോക്കുകൾ വിൽക്കാറുണ്ട് ഞാനും. പക്ഷേ നമ്മൾ ഒരു പോയിന്റിൽ എല്ലാവരും നമ്മളോട് പറയും ഇത് ഇവിടെ വലിയ നഷ്ടങ്ങളും വലിയ സെൽ ഓഫുകളും വലിയ നഷ്ടങ്ങളിലേക്കൊക്കെയാണ് മാർക്കറ്റ് പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചു നിന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ എവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്? ഇല്ല, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി ഒരു പ്രൊമോട്ടർ ഇത്രയും വർഷം ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ലെവലിൽ എത്തിച്ച ഒരു കമ്പനിയാണ്. ആ കമ്പനിയിൽ അദ്ദേഹം കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ അത്രയധികം ഹാർഡ് വർക്ക് ചെയ്ത് ഈ ഒരു ലെവലിൽ എത്തിയൊരു കമ്പനിയിൽ നമ്മളതിൻ്റെ അതിന് അത്രയധികം 10, 25, 30 വർഷം അദ്ദേഹം അത്രയധികം കഠിനാധ്വാനം ചെയ്തൊരു കമ്പനിയിലേക്കായിരിക്കും നമ്മളതിനിടയിൽ ഇൻവെസ്റ്റ് ചെയ്ത് വരുന്നതില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു നെഗറ്റീവ് ഇവൻ്റ് വരുന്ന സമയത്ത് അതിന് ഇട്ട് പോകാതിരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് പലപ്പോഴും നമുക്കറിയാം ഒരു സ്റ്റോക്ക് ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഇവൻ്റ് വരുന്നൊരു സമയത്ത് അതിൻ്റെ റിയൽ വെർത്തിൽ നിന്നൊക്കെ വളരെ താഴേക്ക് പോയെന്നിരിക്കും. അത് അതിൻ്റെ പ്രൈസിലുള്ള ഫ്ലക്ച്വേഷനാണ്, അല്ലാതെ കമ്പനിയുടെ വാല്യൂ അല്ലെങ്കിൽ ആ കമ്പനിയുടെ റിയൽ വാല്യൂവിൽ വരുന്ന ചേഞ്ച് കൊണ്ടല്ല. അപ്പോൾ ഓരോ സമയത്ത് ഓരോ പെർസെപ്ഷൻ ഉണ്ടായിരിക്കും. അത് പലപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒന്നുകിൽ ഒരു ബെയറിഷ് മൂഡിലാണ് എന്നുണ്ടെങ്കിൽ ഓവർ സെല്ലിങ് വരും. അതേസമയം ബുള്ളിഷ് ആവുന്ന ആ സമയത്ത് കൂടുതൽ റിയൽ വാല്യൂവിലേക്ക് കുറേ മുകളിലേക്കും പോയെന്നിരിക്കും. അപ്പോൾ അത് മാർക്കറ്റിൻ്റെ റിയാക്ഷനാണ്. ഒന്നുകിൽ മുകളിലേക്കുള്ള ഓവർ റിയാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ താഴേക്കുള്ള ഓവർ റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ അത് പലപ്പോഴും ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ബെയറിഷ് മാർക്കറ്റ് സിറ്റുവേഷൻ, ഇതുപോലെയുള്ള ഒരു ബെയറിഷ് മാർക്കറ്റ് സിറ്റുവേഷനിലേക്കൊക്കെ വരുമ്പോൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കണം. അതുപോലെ നമ്മളൊരു ബുള്ളിഷ് മാർക്കറ്റ് സിറ്റുവേഷനിൽ നമുക്ക് ഒരു സ്റ്റോക്കിൽ ഒരു 20% അല്ലെങ്കിൽ ഒരു 50% ഒക്കെ പ്രോഫിറ്റിലേക്ക് വരുമ്പോഴും നമുക്കത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ വളരെ അധികമായിരിക്കുമല്ലോ. അപ്പോൾ ബുള്ളിഷ് മാർക്കറ്റിൽ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഡയമണ്ട് പിക് സീരീസിലൊക്കെ നമ്മളെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, 100% പ്രോഫിറ്റ് വരെയും ഹോൾഡ് ഫോർ ദാറ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ ഹോൾഡ് ചെയ്യുക. 100% പ്രോഫിറ്റിൽ എത്തുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ വിഡ്രോ ചെയ്തുകൊണ്ട് നമ്മൾ ആ സ്റ്റോക്കിനെ കോസ്റ്റ് ഫ്രീ ആക്കുകയും ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സിലൂടെ നമ്മൾ റിസ്ക് കുറയ്ക്കുന്ന ഒരു മെത്തേഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, നമ്മുടെ കോസ്റ്റ് നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 0 കോസ്റ്റിലാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അതിലവിടെ നമുക്ക് റിസ്ക് ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലൈഫ് ടൈം തന്നെ ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലേക്ക് നമുക്ക് ആ സ്റ്റോക്കിനെ കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു ഈ കോയിൻ്റെ സെയിം ഓപ്പോസിറ്റ് സൈഡാണ് നമ്മളൊരു ബെയറിഷ് മാർക്കറ്റിൽ കാണുന്നത്. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ചിലപ്പോൾ വലിയ സെൽ ഓഫിലൂടെ 40%, 50%-ലൊക്കെ സെൽ ഓഫിൽ പോകുമ്പോൾ നമ്മൾ ഒന്നുകിൽ നമ്മുടെ കയ്യിൽ അഡീഷണൽ ഫണ്ട് ഇല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ എന്നുള്ളത് പലപ്പോഴും നമ്മളിങ്ങനെയുള്ള സാഹചര്യത്തിൽ വരുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റോക്കിനെ ഒന്നും ചെയ്യാതെ നമ്മളവിടെ ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് അഡീഷണൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രോഫിറ്റ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 100%
പ്രോഫിറ്റ് ഉദ്ദേശിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് ആണെങ്കിൽ പോലും അതിനെ നമ്മൾക്ക് ഈ ഒരു 50% കറക്ഷനിലേക്കൊക്കെ ആ സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആ ക്വാണ്ടിറ്റിയെ ഡബിളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്കിനെ നമുക്ക് ഒരു 200% പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കും. അപ്പോൾ ഒരു ബെയറിഷ് മാർക്കറ്റ് ഒരിക്കലും നമുക്ക് നമ്മുടെ ഒരു ശത്രു അല്ല എന്ന് മനസ്സിലാക്കുക. മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റിയെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ബുള്ളിഷ് മാർക്കറ്റിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ബെയറിഷ് മാർക്കറ്റിനെയും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. ഇത് രണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിളിൽ വരുന്ന കാര്യങ്ങളാണ്. ബുള്ളിഷ് സൈക്കിളിൽ നമ്മൾ ഇതുപോലെയുള്ള നമ്മൾ പ്രോഫിറ്റ് കാണുമ്പോൾ കൂടുതൽ നമ്മൾ ആ ഗ്രീഡ് നമ്മുടെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ള ഗ്രീഡ് വർക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അവിടെ നമ്മൾ കോസ്റ്റ് വിഡ്രോ ചെയ്തുകൊണ്ട് വേറെ നല്ല സ്റ്റോക്കുകളിലേക്കൊക്കെ മാറുകയാണെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ നമുക്ക് കുറച്ചുകൂടെ ഡൈവേഴ്സിഫൈ ചെയ്യാനും നമുക്ക് നമുക്ക് റിസ്ക് കുറയ്ക്കാനും സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആ കോസ്റ്റ് വിഡ്രോ ചെയ്തുകൊണ്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ബെയറിഷ് മാർക്കറ്റ് സിറ്റുവേഷൻസ് നമ്മുടെ മുമ്പിലേക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് ആക്ച്വലി നമുക്ക് നൽകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് സ്റ്റോക്സ് കൂട്ടുകയാണെങ്കിൽ നമ്മളൊരു 5000 ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ ആദ്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനൊരു 15,000 ക്വാണ്ടിറ്റിയിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് അത്രയും തന്നെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും സാധിക്കും. അപ്പോൾ അത് ചെയ്തുകൊണ്ടാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ 100% പ്രോഫിറ്റാണ് നമ്മൾ ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ അത് 200% പ്രോഫിറ്റിലേക്കൊക്കെ കൊണ്ടുവരാനുള്ള അവസരം നമുക്ക് മാർക്കറ്റ് തരുന്നുണ്ട്. അതാണ് റിയൽ ബെയറിഷ് മാർക്കറ്റിൻ്റെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു അവസരം. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബെയറിഷ് മാർക്കറ്റിനെ നമ്മുടെ ഒരു ബാഡ് ലെക്കായിട്ട് കാണേണ്ട, ഇതിൻ്റെ സൈക്കിളിലുള്ള ഭാഗമാണ്. അതിനെ നമ്മൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് പിന്നീട് വലിയ രീതിയിൽ നമുക്ക് ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് പലരും അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പലരും വളരെ നല്ല രീതിയിൽ സന്തോഷിക്കാവുന്ന രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്തില്ല. അപ്പോൾ അത് പലപ്പോഴും ഒരു ബെയറിഷ് മാർക്കറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് വലിയ രീതിയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഒരു മാർക്കറ്റ് തരാറുണ്ട്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമുക്ക് ആ ലോസിൻ്റെ പീരീഡുകളും നമ്മളിതിൽ എക്സ്പെക്റ്റ് ചെയ്യണം, ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ വെൽത്തിൻ്റെ ഒരു 20% കൂടുതൽ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലെയുള്ള ബെയറിഷ് സമയങ്ങളിൽ നമുക്ക് കുറേ കൂടെ 20% എന്നുള്ളത് നമുക്കൊരു 10% കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മുടെ സ്റ്റോക്സ് കയ്യിലുള്ളതിനെയൊക്കെ ഡബിൾ ക്വാണ്ടിറ്റിയൊക്കെ ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ബെയറിഷ് മാർക്കറ്റുകളും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വെൽത്ത് ക്രിയേഷൻ പ്രോസസ്സിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നമ്മുടെ രാജകൃഷ്ണൻ ജുംവാല സാറിൻ്റെ ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അതൊന്ന് നമുക്ക് കാണാം. എങ്ങനെയാണ് അദ്ദേഹം മാർക്കറ്റ്സും വുമണിനും ഒരേപോലെയാണ് എന്നുള്ള ഒരു തമാശ അദ്ദേഹം എപ്പോഴും പറയുന്നതാണ്. പക്ഷെ അത് തമാശയായിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ സംസാരം കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. If you want to know the stock market well, the men must understand women well. Because markets are like women. Always commanding, always mistress, always uncertain. Always volatile, always exciting. And I truly feel that I'm not saying it to make you laugh. Because see, you cannot have a good relationship with a woman by browbeating her, by bullying her. The only way you can have a good relationship with a woman is by accepting her, by following her, by respecting her, by learning her. And the stock market is exactly like that. If you want to learn the market, see, the process to learn the market is a journey and not a destination. So the process of learning is continuous. But if you want to learn, you have to be humble. If anything goes wrong, you must realize that you have made a mistake. Market has not made a mistake. I think that humility is very, very important to understand markets. But markets are very peculiar. You cannot be taught markets. You have to learn markets.
രകേഷ് ചുഞ്ചുമാല സാർ എപ്പോഴും പറയുന്ന ഒരു തമാശയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് മാർക്കറ്റ്സും വിമണും ഒരേപോലെയാണ് ബിഹേവ് ചെയ്യുക പലപ്പോഴും എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ ആ മാർക്കറ്റിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ആ ഒരു എപ്പോഴെങ്കിലും നമുക്ക് മാർക്കറ്റിന് ഞാൻ എല്ലാം മാർക്കറ്റിൽ നിന്ന് മനസ്സിലാക്കി എന്നുള്ളൊരു അഹങ്കാരം വരുന്ന സമയത്തായിരിക്കും വലിയ ലോസുകൾ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും മാർക്കറ്റ് ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നും പുതിയ ആയിട്ടുള്ള പുതിയ ത്രട്ടുകൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടാവും. അതിനെങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ഫേസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ പഠിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ഓരോ സ്ട്രാറ്റജികളെ അഡാപ്റ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ നമ്മളൊരു 100 രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു 200 രൂപയ്ക്ക് വാങ്ങിയൊരു സ്റ്റോക്ക് 100 രൂപയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ 200 രൂപയ്ക്ക് വാങ്ങിയത് തെറ്റായിട്ടുള്ള തീരുമാനമായിട്ട് കാണാതെ അത് ആ സമയത്തൊരു തീരുമാനം കറക്റ്റായിരുന്നു. അത് സമയം ഇപ്പോൾ അത് 100 രൂപയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ അതിനൊരു പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് തന്നെ അടുത്ത ഈ സ്റ്റോക്കിൻ്റെ ഒരു 200 രൂപയിലേക്ക് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു 300 രൂപയ്ക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമ്മൾ അതിന് കൂടുതൽ പ്രോഫിറ്റ് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുകയും ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യുകയും നമ്മൾ ആ വെൽത്ത് ക്രിയേഷൻ പ്രോസസ്സിൽ നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിൽ നമ്മുടെ ഫണ്ടമെൻ്റൽസിൽ ഒന്നും യാതൊരു വിധത്തിലുള്ള നമ്മുടെ കോൺഫിഡൻസും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ അത് ആ സ്റ്റോക്കിൽ നിന്ന് തന്നെ പ്രോഫിറ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഏതൊരു ഇൻവെസ്റ്റർ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എത്ര അവർ ഇൻവെസ്റ്റ് ചെയ്തുള്ള സ്റ്റോക്ക് താഴ്ന്നു കഴിഞ്ഞാലും ആ സ്റ്റോക്കുകളിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ആ സ്റ്റോക്കിൽ കൂടുതൽ ആഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ വെൽത്ത് ബിൽഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എപ്പോഴും മാർക്കറ്റിൻ്റെ നിങ്ങൾക്കിപ്പോൾ കാണുന്ന സ്ലൈഡിൽ കാണാം വൈ ക്രാഷസ് ആർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ എവരി മാർക്കറ്റ് ക്രാഷ് ഈസ് എ വെൽത്ത് ട്രാൻസ്ഫർ ഫ്രം ദ ഇംപേഷ്യൻ ടു ദ പ്രിപ്പയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു പോയിൻ്റാണ്. മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്ന സമയത്ത് ഇംപേഷ്യൻ്റ് ആയിട്ടുള്ളവരിൽ നിന്നും പേഷ്യൻ്റ് ആയിട്ടുള്ളവർക്ക് വെൽത്ത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് താഴേക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് വലിയ രീതിയിൽ ക്രാഷ് ചെയ്യുമ്പോൾ ഈ പേടിച്ച് ഭയന്ന് സ്റ്റോക്കുകൾ വിൽക്കുകയും അതുപോലെ തന്നെ പേഷ്യൻസ് ഇല്ലാത്തവർ അവർ ആ സ്റ്റോക്കുകൾ വിൽക്കുമ്പോൾ ആ സ്റ്റോക്കുകൾ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണ് അത് ബൈ ചെയ്യുന്നത്. കാരണം നമ്മളൊരു 5000 സ്റ്റോക്സ് നമ്മുടെ കയ്യിലുള്ള വിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് വാങ്ങാൻ ആളുണ്ട് എന്നുള്ളത് എപ്പോഴും നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അത് വാങ്ങുന്ന ആൾ ഇത് ഇത്രയും ഡിസ്കൗണ്ടിൽ ലഭിക്കുമ്പോൾ വാങ്ങുകയാണെന്നുള്ളതും അപ്പോൾ അതിന് ശേഷം അതിന് മുകളിൽ അതിന് നല്ല രീതിയിൽ പ്രോഫിറ്റിൽ വിൽക്കാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ആളാണ് അത് വാങ്ങുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ വൈൽ പാനിക് സെല്ലേഴ്സ് ഡിസ്ട്രോയ് ദർ പോർട്ട്ഫോളിയോസ് പേഷ്യൻ്റ് ഇൻവെസ്റ്റേഴ്സ് ബൈ ദ ഫ്യൂച്ചർ അറ്റ് യെസ്റ്റർഡേയ്സ് പ്രൈസസ്. നമ്മൾ പല സ്റ്റോക്കുകളുടെയും ചാർട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ താഴെ നിന്ന് മുകളിലേക്ക് പോയതിന് ശേഷം താഴേക്ക് പിന്നെയും വരുന്നതാണല്ലോ. അപ്പോൾ നമ്മളൊരു പക്ഷേ കഴിഞ്ഞൊരു 3 മാസം മുമ്പ് ഒരു സ്റ്റോക്ക് വാങ്ങാനായിട്ട് നിന്നിരുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് 500 റുപ്പീസിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ സ്റ്റോക്ക് 350 റുപ്പീസിലായിരിക്കും നമുക്ക് ലഭിക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് അന്ന് 500 റുപ്പീസിന് പോലും നമ്മൾ വാങ്ങുമായിരുന്ന ഒരു സ്റ്റോക്ക് ഇപ്പോൾ 350 റുപ്പീസ്, അതായത് കഴിഞ്ഞ 3 മാസം മുമ്പുണ്ടായിരുന്നതിനേക്കാളും അതിനു മുമ്പ് ഒരു പക്ഷേ ഒരു കൊല്ലം മുമ്പുള്ള റേറ്റിലായിരിക്കും ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആ ഒരു കൊല്ലം മുമ്പുള്ള വിലയിൽ ഇപ്പോഴേക്കും ആ സ്റ്റോക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് വാങ്ങാനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ക്രാഷുകളും അത് മനസ്സിലാക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ബെഞ്ചമിൻ ഗ്രഹാം പറഞ്ഞിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു സെൻറ്റൻസാണ് നമ്മൾ കാണുന്നത്. ദി ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ഷുഡ് ആക്ട് കൺസിസ്റ്റൻ്റ്ലി ആസ് എൻ ഇൻവെസ്റ്റർ നോട്ട് ആസ് എ സ്പെക്കുലേറ്റർ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഏതെങ്കിലുമൊക്കെ ചെറിയ ന്യൂസുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളിപ്പോൾ ഈ കാണുന്ന ഇറാൻ യുഎസിൻ്റെ ഒരു വാർ നമ്മൾ കുറച്ച് അകലേക്ക് നീങ്ങി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന 2-3 മാസത്തേക്കുള്ള ഈവൻ്റ് അല്ലാതെ അടുത്ത 2 വർഷത്തേക്കുള്ളൊരു ഈവൻ്റായിട്ട് നോക്കുമ്പോൾ ഇതൊരു കുറച്ച് ദിവസത്തേക്കുള്ള ഒരു ഡിസ്ട്രപ്ഷൻ മാത്രമായി മാറാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഒരുപക്ഷെ കുറച്ച് വീക്സ് കഴിയുമ്പോൾ ഈ ഡിസ്ട്രപ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടതാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വാർ തുടങ്ങിയ സമയത്ത് അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. ഇന്ന് നമ്മൾ ആരും അതിനെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. അല്ലെങ്കിൽ ഈ യുദ്ധം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ പോലും ഇതിനെ ഓവർകം ചെയ്ത് പോകാനായിട്ട് വേൾഡ് വേറെ വഴികളൊക്കെ കണ്ടെത്തുകയും ഇതിനൊരു വലിയ ഇഷ്യൂ അല്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കും. അപ്പോൾ അത് ആ സമയത്ത് മാർക്കറ്റ് പക്ഷെ നമ്മളത് മനസ്സിലാക്കി റിസ്കുകളെല്ലാം മാറി നമുക്ക് തീരുമാനിച്ച്
നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോഴേക്കും മാർക്കറ്റ് റിക്കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അവിടെയാണ് നമ്മൾ അവസരങ്ങൾ മിസ്സാകാതെ നോക്കേണ്ടതും. അതുപോലെ തന്നെ നമ്മൾ ഇദ്ദേഹം ചാർലി മുങ്കറിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് ആണ്, ഐ ഡിഡ് നോട്ട് സക്സീഡ് ഇൻ ലൈഫ് ബൈ ഇൻ്റലിജൻസ്, ഐ സക്സീഡഡ് ബിക്കോസ് ഐ ഹാവ് എ ലോങ് അറ്റൻഷൻ സ്പാൻ എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ വലിയ ബുദ്ധിശാലി ആയതുകൊണ്ടെന്നല്ല ഞാൻ വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയും ഇതുപോലെയുള്ള വലിയ ഇൻവെസ്റ്ററായി മാറുകയൊക്കെ ചെയ്തത്. പക്ഷേ ഞാൻ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള നോളജ് നേടുകയും ചെയ്യുക എന്നുള്ളത്, അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങളെ വലിയ ബഹളങ്ങളെ ഒന്നും കുറിച്ച് ചിന്തിക്കാതെ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം വെൽത്ത് ക്രിയേറ്റ് ചെയ്തെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു കോർ മീനിങ്, അദ്ദേഹം പറയുന്നത് മറ്റുള്ള കുറേയധികം കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്നതിന് കാര്യം ഒരു 5 കമ്പനിയോ അല്ലെങ്കിൽ ഒരു 10 കമ്പനിയോ കൃത്യമായിട്ട് പഠിക്കുകയും ആ കമ്പനികളുടെ പെർഫോമൻസിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയിൽ വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുകയാണെങ്കിലും അതിൽ ആ ഒരു മാർക്കറ്റിൽ ക്രാഷ് വരുന്ന ഒരു സമയത്തൊക്കെ ആ സ്റ്റോക്കുകൾ കൂടുതൽ വാങ്ങുകയൊക്കെ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന് ആ കോൺഫിഡൻസ് ഉണ്ട്, ആ കമ്പനിയെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, കമ്പനിയുടെ ഒരു പെർമനൻറ്റ് ഫോൾ അല്ല, അതൊരു ഇൻട്രൻസിക് വാല്യൂ അതിനൊക്കെ താഴെ വരെ വളരെ താഴേക്ക് വരുമ്പോൾ അത് കൂടുതൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി നൽകുകയാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്കറിയാം, ഈ ഇദ്ദേഹം ബെർക്ക്ഷയർ ഹാത്വേ എന്നുള്ള കമ്പനിയുടെ വൈസ് ചെയർമാനായിട്ട് അദ്ദേഹം നിൽക്കും. അദ്ദേഹം വാറൻ ബഫയുടെ തന്നെ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഈ പലപ്പോഴും മാർക്കറ്റിൻ്റെ ഇതുപോലെയുള്ള ബെയർ മാർക്കറ്റ് കണ്ടീഷൻസിൽ ഡു സംതിങ് സിൻഡ്രോം എന്ന് അദ്ദേഹം പറയുന്നൊരു കാര്യം, നമുക്ക് ബോറടിക്കുക അല്ലെങ്കിൽ നമുക്ക് ഭയം വരികയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ടെംപ്റ്റേഷൻ നമുക്ക് എല്ലാവർക്കും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും അതേസമയം നമുക്ക് എന്തെങ്കിലും ബെയർ മാർക്കറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പോർട്ട്ഫോളിയോയിൽ നല്ല സ്റ്റോക്കുകളിൽ കൂടുതൽ സ്റ്റോക്കുകൾ ആഡ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ചാർലി മുങ്കർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇദ്ദേഹം നമുക്കറിയാം ബെർക്ക്ഷയർ ഹാത്വേയുടെ വൈസ് ചെയർമാനായിട്ട് അദ്ദേഹം 2023 മരിച്ചത്. അദ്ദേഹം വാറൻ ബഫയും കൂടി ഇരിക്കുന്ന ഒരു പിക്ചറാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം പറയുന്നതാണ്, ഇഫ് യു കനോട്ട് സ്റ്റോമക്ക് എ 50% ഡിക്ലൈൻ ഇൻ യുവർ പോർട്ട്ഫോളിയോ യു വിൽ നെവർ അച്ചീവ് എക്സെപ്ഷണൽ റിസൾട്ട്സ് എന്നുള്ളതാണ്. അപ്പോൾ അതായത് നമുക്കറിയാം, നമ്മളൊരു സ്റ്റോക്ക് വാങ്ങി ഹോൾഡ് ചെയ്യുന്നത് ഒരു പ്രൊമോട്ടറുടെ അതേ മൈൻഡ് സെറ്റിൽ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ ഈ സ്റ്റോക്ക് പലപ്പോഴും ബെയർ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ കോവിഡ് പോലെയുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ 2008 കണ്ട സബ്പ്രൈം ക്രൈസിസ് പോലെയുള്ള ഇവൻറ്റിലൊക്കെ കൂടെ പോകുമ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ക്രാഷിൽ ഒരു പക്ഷേ 50% ഒക്കെ സ്റ്റോക്കും കറക്റ്റ് ചെയ്ത് നിന്നിരിക്കും. അപ്പോൾ അതിന് നമ്മൾക്ക് ആ സമയത്തും നമുക്ക് ഹോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മളത് ഇപ്പോൾ നമുക്കറിയാം ഇവർ ഇൻവെസ്റ്റ് ചെയ്ത മറ്റൊരു കമ്പനിയാണ് ബെർക്ക്ഷയർ ഹാത്വേ. കൊക്കോകോളയിൽ 2008 ആ ക്രാഷിൽ സബ്പ്രൈം ക്രൈസിസിൻ്റെ ക്രാഷിൽ കൂടുതൽ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു. അവരുടെ ലോജിക്ക് ഇതായിരുന്നു, കൊക്കോകോള എന്നുള്ള കമ്പനി ഈ സബ്പ്രൈം ക്രൈസിസ് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റുകളൊക്കെ റിക്കവർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൊക്കോകോള കുടിക്കും. ആ സമയത്ത് കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യും, അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൻ്റെ പ്രൈസും പെർഫോം ചെയ്യും എന്നുള്ളൊരു ലോജിക്കാണ്, വളരെ സിമ്പിളായിട്ടൊരു ലോജിക്കാണ് അവർ അപ്ലൈ ചെയ്തത്. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒരു 50% കറക്റ്റ് ചെയ്തു എന്നുള്ളതൊരു ഒരിക്കലും ഒരു പാനിക്കായിട്ട് ആ സ്റ്റോക്കിന് സെല്ല് ചെയ്യാനുള്ള റീസൺ അല്ല. അതേസമയം നിങ്ങൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അടുത്ത ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ നമ്മളിതുപോലെയുള്ള ബെയറിഷ് സിറ്റുവേഷനിൽ നമ്മൾ അടുത്ത മാർക്കറ്റിൻ്റെ റാലിയിലേക്ക് വേണ്ടിയിട്ടുള്ള വിത്ത് വിതയ്ക്കാനുള്ള സമയമാണ് ഇപ്പോൾ എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളെപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ അഗ്രികൾച്ചറിൽ
നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ വിത്ത് വിതച്ച് 5-6 മാസത്തിന് ശേഷമാണ് അതിൻ്റെ ഹാർവെസ്റ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ വിത്ത് വിതയ്ക്കേണ്ട ഒരു സമയത്തിലേക്കാണ് നമ്മൾ മാർക്കറ്റ് ഇപ്പോഴത്തെ ഒരു ബെയർ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കൃത്യമായിട്ട് വിത്ത് വിതച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ പലരും ഇവിടെ ഇതിന് ഈ വിത്ത് വിതയ്ക്കുന്നത് ഭയന്ന് ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് ആ സമയത്ത് കൃത്യമായിട്ട് സാധിക്കില്ല എന്നുള്ളതും കൂടെ ഞാൻ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുകയാണ്. അതുപോലെ എൻ്റെ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകുകയും അതേസമയം ഞാനതിൽ പാർട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോയതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുകയും ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്കാണ് പേജ് ഇൻഡസ്ട്രീസ് എന്നുള്ള സ്റ്റോക്ക്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ജോക്കി എന്നുള്ള ബ്രാൻഡിൽ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുന്നത് 2007 ഈ സ്റ്റോക്ക് ഇതിൻ്റെ IPO പ്രൈസ് 360 പക്ഷേ ഇത് ലിസ്റ്റ് ചെയ്ത അന്ന് ഡിസ്കൗണ്ടിലാണ് ലിസ്റ്റ് ചെയ്തത്. അതായത് 360 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത സ്റ്റോക്ക് 280 ലെവലിലാണ് അന്ന് ലിസ്റ്റ് ചെയ്തത് തന്നെ. അപ്പോൾ ഞാൻ അത് IPOക്ക് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ലഭിച്ചില്ല. അപ്പോൾ ഈ അണ്ടർ ഗാർമെൻറ്റ്സ് ഇതിൻ്റെ ജോക്കി എന്നുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് വളരെ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു ബ്രാൻഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിതിന് വളരെ നല്ല പൊട്ടൻഷ്യൽ കണ്ടതുകൊണ്ട് ഞാൻ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ഇൻവെസ്റ്റ് ചെയ്തിരുന്നുള്ളൂ. അതായത് 280 റുപ്പീസിന് ഇൻവെസ്റ്റ് ചെയ്ത് ആ സ്റ്റോക്ക് അതേസമയം പിറ്റേ ദിവസം ഈ സ്റ്റോക്ക് 20% ഫ്ലോറിങ്ങിലേക്കൊക്കെ മൂവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അത് അന്ന് വലിയൊരു സത്യത്തിൽ ഞാനും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ തീരുമാനം തെറ്റായോ എന്ന് പോലും തോന്നിയ സ്റ്റോക്കാണ്. പക്ഷെ ആ സ്റ്റോക്ക് പിന്നീട് നിങ്ങൾക്ക് കാണാം, ഈ സ്റ്റോക്ക് വലിയ റാലിയിലൂടെ കടന്ന് 54,000 മൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റോക്ക് ഒരു 1,000 മൂവ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ എൻ്റെ പാർട്ട് പ്രോഫിറ്റൊക്കെ എനിക്കന്ന് ഫണ്ടിന് ആവശ്യം വന്നപ്പോൾ 1000 ലെവലിലേക്കൊക്കെ എത്തിയപ്പോഴേക്കും ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്കിൻ്റെ വലിയ റാലി കണ്ടതാണ് ഞാൻ. പിന്നീട് ഒരു 20,000 എൻ്റർ ചെയ്തതിന് ശേഷം ഒരു 30,000 ലെവലിൽ വീണ്ടും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് കാണാം, ഒരു സ്റ്റോക്ക് ഇതൊരു നല്ല കമ്പനി ആണെങ്കിൽ ഇതിൻ്റെ ലൈഫ് സൈക്കിളിൽ ഇതുപോലെ മൂവ് ചെയ്തതിന് ശേഷം വീണ്ടും പലപ്പോഴും 50% ഒക്കെ കറക്റ്റ് ചെയ്ത് വരുന്നത് കാണാം. ഇപ്പോൾ ഈ 54,000 ലെവലിലേക്ക് മൂവ് ചെയ്ത സ്റ്റോക്ക് ഒരു 33,700 വന്നിരിക്കുന്നത് കാണാം. ഈ സ്റ്റോക്ക് വീണ്ടും ഒരു 25,000 ലെവലിലേക്കൊക്കെ വരികയാണെങ്കിൽ ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് ഈ പേജ് ഇൻഡസ്ട്രീസിനെ ഇനിയും ആഡ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെയും ഒരു ആഗ്രഹം. അതേസമയം മറ്റൊരു കമ്പനിയാണ് ടാറ്റ കെമിക്കൽസ് എന്നുള്ള കമ്പനി. ടാറ്റ കെമിക്കൽസ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും. 2020 മാർച്ച് പീരീഡിൽ 230 ലെവലിലാണ് നമ്മൾ ആ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്നത്. അതിന് ശേഷം ഈ സ്റ്റോക്ക് വലിയ റാലി കോവിഡിന് ശേഷം നടത്തി 1100 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തതിന് ശേഷം പിന്നീട് 1340 എന്നുള്ള ഒരു ലൈഫ് ടൈം ഹൈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ആ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേയിൽ 660 ലെവലിലേക്കാണ്, ഈ തേഴ്സ്ഡേയിൽ 660 ലെവലിലേക്കാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ടാറ്റ കെമിക്കൽസ് 500 ലെവലിലൊക്കെ വരികയാണെങ്കിൽ, അതായത് ഒരു മോർ ദാൻ 50% ഡിസ്കൗണ്ടിലേക്ക് വരികയാണെങ്കിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ടാറ്റ കെമിക്കൽസ് എന്നുള്ള ടാറ്റ ഗ്രൂപ്പിലെ ഈ കമ്പനി നമുക്ക് നൽകുക. അപ്പോൾ പലപ്പോഴും പല കമ്പനികളും 50%-ലധികമൊക്കെ ഡിസ്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസാണ് അത് നൽകുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്ക് പലപ്പോഴും നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം ഇതുപോലെയുള്ള ഒരു 50% ഡിസ്കൗണ്ടിലേക്കൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാനായിട്ടുള്ള ഫണ്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ കണ്ട് ആഡ് ചെയ്യാനും ഉപയോഗിക്കുക. അതുപോലെ നമ്മുടെ നിഫ്റ്റിയുടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഇപ്പോഴത്തെ കഴിഞ്ഞ 2 വീക്കിലി ചാർട്ടിൽ നമുക്ക് കാണാം, 2 ഡോജി കാൻഡലിന് ശേഷം മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ചയിലൊരു റിവേഴ്സ് ട്രെൻഡ് നമുക്ക് തേഴ്സ്ഡേയിൽ ഉണ്ടായിട്ടുള്ള ആ റിവേഴ്സോടുകൂടി കാണാൻ സാധിക്കുന്നുണ്ട്. തേഴ്സ്ഡേയിൽ നമ്മൾ 22,713 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവല് നമുക്കിവിടെ കാണാവുന്നത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ടെസ്റ്റ് ചെയ്ത ഒരു ലോ ആയിട്ടുള്ള 21,743 എന്നുള്ള ലെവലാണ്. ആ 21,743 ഒരുപക്ഷെ ടച്ച് ചെയ്തതിന് ശേഷം അവിടുന്ന് റീബൗണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ വാറിനൊരു സൊല്യൂഷൻ വരികയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ലെവലിൽ 22,700 ലെവലിൽ നിന്നും ഒരു റീബൗണ്ടാണ് നമുക്കിനി പ്രതീക്ഷിക്കാവുന്നത്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ആ സ്റ്റോക്കുകൾ ലേറ്റൻ വ്യൂ അനലിറ്റിക്സ് 15% ഉയർന്നും, അവനി സൂപ്പർ മാർക്കറ്റ്സ് 11% ഉയർന്നും,
റാവൽ ഫുഡ് സർവീസസ് 10% ഉയർന്നും, നാഷണൽ അലുമിനിയം 9% ഉയർന്നും, HEG 9% ഉയർന്നും, സുപ്രീം പെട്രോക്കം 9% ഉയർന്നും, കാർബോറണ്ടം യൂണിവേഴ്സൽ 8% ഉയർന്നും, ആക്മെ സോളാർ 8% ഉയർന്നും, ആനന്ദരാത്തി 7% ഉയർന്നും, ഗ്രാഫൈറ്റ് 7% ഉയർന്നും, അർബൻ കമ്പനി 6% ഉയർന്നും, ബിർള സോഫ്റ്റ് 6% ഉയർന്നും, ONGC 6% ഉയർന്നും, വോക്കാർഡ് 6% ഉയർന്നും, ലോയിഡ്സ് മെറ്റൽസ് 6% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്കുകളെ നമുക്ക് കീപ്പ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIS 33,792.7 ക്രോർസിൻ്റെ സെല്ലേഴ്സും, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 32,841.1 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ലാസ്റ്റ് വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. 27th മാർച്ചിന് നിഫ്റ്റി 22,819 ക്ലോസ് ചെയ്തിരുന്നത്. നമുക്ക് ഈ ആഴ്ചയിൽ ജസ്റ്റ് 3 ഡേയ്സിൻ്റെ വർക്കിംഗ് ഡേയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 30th മാർച്ചിൽ 488 പോയിൻറ്റ്സിൻ്റെ താഴെയുള്ള ഒരു ക്ലോസിങ്ങും, 1st ഏപ്രിലിന് 348 പോയിൻറ്റ്സ് ഉയർന്നും, 2nd ഏപ്രിലിന് 33 പോയിൻറ്റ്സും ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയിൽ 106 പോയിൻറ്റ്സ് താഴ്ന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിൽ നോക്കുമ്പോൾ മാർച്ച് മന്ത് 2,847 പോയിൻറ്റ്സിൻ്റെ ഹെവി ആയിട്ടുള്ള ലോസോടുകൂടിയാണ് മാർച്ച് മന്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം അത് കഴിഞ്ഞ് ഏപ്രിൽ മന്ത് 381 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റോട് കൂടിയാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ മന്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതുപോലെയുള്ളൊരു ഹെവി സെൽ ഓഫ് കഴിഞ്ഞ് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് വാറിന് ഒരു സൊല്യൂഷൻ വരിക എന്നൊരു സിറ്റുവേഷനിലേക്കൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി വീണ്ടും ഒരു 600 to 700 പോയിൻറ്റ്സിൻ്റെ ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ് നമുക്ക് ഏപ്രിൽ മന്തിൽ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നമ്മൾ ഇപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. നിഫ്റ്റിയുടെ 20 DMA വരുന്നത് 23,440-ലും, 50 DMA വരുന്നത് 24,659-ലും, 200 DMA വരുന്നത് 25,206-ലും, 100 DMA വരുന്നത് 25,311-ലുമാണ്. അപ്പോൾ നമുക്കൊരു നിഫ്റ്റിയുടെ റീബൗണ്ട് വരികയാണെങ്കിൽ ഈ 50 DMA വരുന്ന 24,659-ലേക്കൊക്കെ ഉള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യുമ്പോൾ പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുന്നത് 22,612 ആണ്. അതിന് മുകളിൽ റെസിസ്റ്റൻസുകളായിരിക്കുക 23,042, 23,371, 23,801, 24,119, 24,245, 25,907, 26,825 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം 22,612-ന് താഴെ സപ്പോർട്ടുകളായിരിക്കുക 22,283, 21,853, 21,743, 20,495 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 23,912-ഉം ലോവർ റേഞ്ച് 21,743 ആണ്. പ്യുവർ പോയിന്റ് ആയിട്ട് നിൽക്കുക 22,612 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ടിൻ്റെ ലിസ്റ്റാണ്. അതിൽ ആദ്യത്തെ സ്റ്റോക്കാണ് ബിർള സോഫ്റ്റ്, ബാറ്റ ഇന്ത്യ, IDBI, LTI മൈൻട്രി, അതുപോലെ ലേറ്റൻ വ്യൂ അനലിറ്റിക്സ് എന്നീ സ്റ്റോക്കുകൾ. നമുക്ക് ഈ സ്റ്റോക്കുകൾ ഓരോന്നിൻ്റെയും ചാർട്ടുകൾ നോക്കാം. ബിർള സോഫ്റ്റ് എന്നുള്ള സ്റ്റോക്കിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് കാണാം 370 ലെവലിലാണ് ബിർള സോഫ്റ്റ് കഴിഞ്ഞ തേഴ്സ്ഡേയിൽ ഒരു റീബൗണ്ടോട് കൂടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബിർള സോഫ്റ്റും അടുത്ത ദിവസങ്ങളിൽ ഒരു ബുള്ളിഷായിട്ട് ട്രേഡ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള സ്റ്റോക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റോക്കാണ് ബാറ്റ ഇന്ത്യ. ബാറ്റ ഇന്ത്യ 657 ലെവലിലാണ് കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തേഴ്സ്ഡേയിൽ ഒരു റീബൗണ്ട് ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. ഓൾറെഡി വളരെ വലിയൊരു സെൽ ഓഫിന് ശേഷം മോർ ദാൻ 2,000 ലെവലിൽ നിന്നുള്ളൊരു സെൽ ഓഫിന് ശേഷമാണ് 657 ലെവലിൽ ബാറ്റ ഇന്ത്യ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് വീണ്ടും ഒരു റീബൗണ്ടിന് ഒരു പോസിബിലിറ്റി ഉള്ളൊരു സ്റ്റോക്കാണ്. അതുപോലെ IDBI ബാങ്ക് നമുക്കറിയാം 110-ന് മുകളിൽ നിന്നുള്ള വലിയൊരു സെൽ ഓഫിന് ശേഷം കഴിഞ്ഞ വീക്കിൽ തേഴ്സ്ഡേയിൽ ഒരു റീബൗണ്ടോടുകൂടി 69-ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ കമ്പനിയുടെ പ്രൈവറ്റൈസേഷനുള്ള കോട്ടുകൾ വന്നിരിക്കുന്നത് കമ്പനി ഗവൺമെൻറ്റും LICയും റിജക്റ്റ് ചെയ്തതുകൊണ്ട് ആണ് 110 എന്നുള്ള ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ഒരു 90 ലെവലിൽ എത്തുമ്പോഴാണ് ഈ വാറിൻ്റെ ന്യൂസ് വന്ന് മാർക്കറ്റുകൾ സെൽ ഓഫ് ചെയ്തപ്പോൾ വീണ്ടും ഈ സ്റ്റോക്ക്
പിന്നെയും കറക്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ഒരു സെൽ ഓഫ് ഓൾറെഡി ഓവർഡൺ ആണ്. IDB ബാങ്ക് 140 ലെവലൊക്കെ ആക്ച്വൽ ഒരു വാല്യുവേഷൻ ഉള്ളൊരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഈ IDB ബാങ്കിൻ്റെ സെൽ ഓഫ് ഓവർഡൺ ആണ്. 69 ലെവലിൽ നിന്നും റീബൗണ്ട് പോസിബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ് IDB ബാങ്ക്. അതുപോലെ L&Tയും അതുപോലെ തന്നെ മൈൻട്രിയും തമ്മിലുള്ള മെർജ് ചെയ്തതിന് ശേഷമുള്ള LTI മൈൻട്രി എന്നുള്ള ഈ കമ്പനി 4303 എന്നുള്ള ലെവലിലാണ് കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെൽ ഓഫിന് ശേഷം LTI മൈൻട്രിയും ഇവിടെ നിന്നൊരു റീബൗണ്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് മറ്റൊരു സ്റ്റോക്കാണ് ലേറ്റന്റ് വ്യൂ അനലിറ്റിക്സ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് വലിയൊരു സെൽ ഓഫിലൂടെ കടന്നു പോയതിന് ശേഷം കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ തേഴ്സ്ഡേയിൽ ഒരു 20% റീബൗണ്ട് ഈ സ്റ്റോക്കിൽ കാണുകയുണ്ടായി. അതിനുശേഷം ക്ലോസ് ചെയ്തിരിക്കുന്നത് 312ലാണ്. വരുന്ന ദിവസങ്ങളിലും ലേറ്റന്റ് വ്യൂ അനലിറ്റിക്സ് ഈ റീബൗണ്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മോർ ദാൻ 350ലേക്കൊക്കെ മൂവ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ലേറ്റന്റ് വ്യൂ അനലിറ്റിക്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആഴ്ചത്തിലെ സ്റ്റോക്സ് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ടുകൾ ഒന്നുകൂടെ നോക്കാം. ഈ സ്റ്റോക്കുകളാണ് ബിർള സോഫ്റ്റ്, ബാറ്റ ഇന്ത്യ, IDBI, LTI മൈൻട്രി, അതുപോലെ തന്നെ ലേറ്റന്റ് വ്യൂ അനലിറ്റിക്സ്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്കുകളെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.